ജില്ലയിൽ ഗ്രാമ്യാനുഭൂതി തളം കെട്ടി നിൽക്കുന്ന നാട്ടിൻപുറമായ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കുറ്റിപ്പുറത്തിനും പട്ടാമ്പിക്കും മധ്യേ കുന്നിൻ മുകളിൽ ഏകദേശം 3000 വർഷം പഴക്കമുള്ള ദേവീയോപാസനയുടെ ഒരു ശക്തി കേന്ദ്രമുണ്ട്. സാമൂതിരി രാജാവിന് വള്ളുവക്കോനാതിരിയിൽ നിന്നും ലഭിച്ച കൊടുക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സാമൂതിരിയുടെ ക്ഷേത്രമായിട്ടുള്ള വള്ളുവനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള രുചിത്ത് വിധാനത്തിൽപ്പെട്ട 13 കാവുകളിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുക്കുന്നി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. എല്ലായിടത്തെയും പോലെ തന്നെ സപ്തമാതൃക്കൾക്ക് ക്ഷേത്രപാലകനും മഹാദേവനും ഭഗവതിയും കൂടെ ഒരുമിച്ച് വാണരുളുന്ന ഈ പുണ്യഭൂമിയിലേക്ക്, അതിൻ്റെ കാഴ്ചകളിലേക്കും നമുക്ക് കടക്കാം. ഭാർഗവ ക്ഷേത്രമായി ചരിത്രമുറങ്ങുന്ന കേരളത്തിലെ പരദേവതയായ കാളിയെ ഒരിക്കൽ 99 യാഗം നടത്തിയ മേടത്തോൾ അഗ്നിഹോത്രിക്ക് പുണ്യനദിയായ നിളയുടെ തീരത്തൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഭഗവതിയെ ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ആ പുണ്യാത്മാവ് ദക്ഷിണഗംഗ എന്ന് അറിയപ്പെടുന്ന കാവേരി നദിയിൽ നിന്നും കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന 3 തൃശൂലങ്ങൾ അദ്ദേഹം ഈ വള്ളുവനാട്ടിലെ 3 സ്ഥലങ്ങളിലായി പ്രതിഷ്ഠിച്ചു. സ്വർണം മേഴത്തോൾ മനയിലും വെള്ളിശൂലം വെള്ളിയാങ്കല്ല് എന്ന സ്ഥലത്തും ചെമ്പ് കുടിക്കുന്നിലും പ്രതിഷ്ഠിച്ചു. ഒരുപക്ഷെ യജ്ഞേശ്വരം എന്ന സ്ഥലത്ത് വെള്ളിയാങ്കല്ല് എന്ന പേര് വന്നതും ഈ വെള്ളിശൂലം പ്രതിഷ്ഠിച്ചത് കൊണ്ടാണത്രേ. അങ്ങനെ അനവധിയായിട്ടുള്ള നാടോടി കഥകളിൽ സമ്പുഷ്ടമാണ് വള്ളുവനാട്ടിലെ കൊടുക്കുന്നിൽ ഭഗവതി ക്ഷേത്രം. തന്ത്രശാസ്ത്രത്തിൻ്റെ കൗളാചാരത്തിലെ സമയ മിശ്ര ശുദ്ധ ക്രമത്തിലുള്ള പൂജയിൽ ഇന്ന് ഉത്തമ പൂജയായും മധ്യമമായിട്ടുള്ള പൂജയായും നമ്പൂതിരിമാരും അടികളുമാണ് ആചരിക്കുന്നത്. ബുദ്ധതന്ത്രവും ജൈനതന്ത്രവും നിലനിന്നിരുന്ന പോലെ തന്നെ കാശ്മീര ശൈവ ശാക്തേയ മതങ്ങളിൽപ്പെട്ട തന്ത്രസമ്പ്രദായവും ഇവിടെ ആചരിച്ചിരുന്നു. പര അപര പരാപരയായ ദേവിയെ കാലസംഘർഷണീഭാവത്തിൽ കാളിയെ ത്രിശൂലമണ്ഡലത്തിൽ ആരാധിച്ചിരുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ സൂചനയായിരിക്കാം ഇത്. സ്വർണം, വെള്ളി, ചെമ്പ് എന്നീ ലോഹങ്ങൾ ശൂലങ്ങളായി മാറിയപ്പോൾ സത്വരജോ തമോ ഗുണങ്ങളിലൂടെ ഒരു സാധകൻ്റെ പൂർണ്ണതയെ കാണിക്കുന്ന അനവധി തത്വങ്ങൾ നമ്മളോട് പറഞ്ഞു തരാൻ വെമ്പുന്നു. തുലാമാസത്തിലെ പൂരത്തിന് പട
പടഹാര മഹോത്സവം നടക്കും. അന്ന് നടക്കുന്ന നമസ്കാരവും മറ്റും വളരെ വിശേഷമുള്ളതാണ്. ജാതി മതങ്ങൾക്ക് മുകളിൽ വള്ളുവനാടിൻ്റെ വേദ തന്ത്ര ഗണിത സാഹിത്യജ്ഞാനം അതിപ്രശസ്തമാണ്. വള്ളുവനാടിൻ്റെ സകല സൗഭാഗ്യത്തിനും കാരണയായ ദേവിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ സിംഹാസനേശ്വരിയും മഹാറാണിയുമായിട്ടുള്ള ഭഗവതിയുടെ മുന്നിൽ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുക എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ അറിയാതെ വരുന്നു. ക്ഷേത്രപാലകനും ക്ഷേത്രത്തിനുള്ളിലായിട്ട് മാതൃശാലയിൽ സപ്തമാതൃക്കളും ഗണപതി ഭഗവാനും വീരഭദ്രസ്വാമിയും പതിയായ ഭൈരവനും ത്രിശക്തി സ്വരൂപിണിയായിട്ട് രുചിത്തും വസിക്കുന്നു. 13.5 ദേശത്തിൻ്റെ ദേവതയായ അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിശക്തമായിട്ടുള്ളൊരു അനുഭൂതി നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും. ഗുരുതിക്കുടം ആടൽ വളരെ വിശേഷമുള്ളൊരു പൂജയാണ് ഇവിടെ. രുചിത്വ വിധാനത്തിലെ 13 ശാക്തേയകാവുകളിലും ശ്രീചക്രസ്ഥാനം ഏകത്വമായി കാണാം. പല ജാതിയിൽപ്പെട്ടവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പടഹാര മഹോത്സവത്തിൽ തുലാമാസത്തിൽ നടക്കും. വള്ളുവനാട്ടിലെ കാളവേല, ഭദ്രകാളി, തോറ്റമ്പാട്ട് തുടങ്ങിയ അനവധി ഫോക്ലോറുകളും ഗുരുതിയും താലപ്പൊലിയും വേലയും എല്ലാം വള്ളുവനാടിൻ്റെ സംസ്കാരത്തിൽ ഉണ്ട്. എങ്കിലും ഇവിടെ മാത്രം പൂരവും ഒന്നുമില്ല. ഭഗവതി നമ്മളെ സ്വീകരിച്ചപ്പം കൂട്ടത്തിൽ ഇടവപ്പാതിയുടേതായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഉണ്ടായിരുന്നു. ഒരു തായമ്പകം കൊട്ടുന്ന പോലെയായിരുന്നു മഴയുടെ ഒരു മേളം. ഭഗവതിയുടെ ദീപാരാധനയും കണ്ടു തൊഴുത് നന്നായി പ്രാർത്ഥിച്ച് ഈശ്വരോപാസനയും എല്ലാം കഴിഞ്ഞ് ഇനിയും വരും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാം. അപ്പം കൊടുക്കുന്നിൽ ഭഗവതി, രുചിത്ത് കാളിയായിരിക്കുന്ന കൊടുക്കുന്നിൽ ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. നമസ്കാരം. ഭഗവതിയുടെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു നാട്ടുപഴഞ്ചൊല്ലുണ്ട്. 1000 തെറ്റ് ചെയ്താലും അരക്കണ്ണേ തുറക്കൂ അമ്മ. അതായത് ഒരു വ്യക്തി 1000 തെറ്റ് ചെയ്താലും അമ്മ ചെറുതായിട്ടൊന്ന് കണ്ണ് തുറന്ന് എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ സന്താനങ്ങളല്ലേ എന്ന് വിചാരിച്ച് മാതൃവാത്സല്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് ഇവിടെ നിലകൊള്ളുന്നു. ഇതൊരു നാട്ടുകാരുടെ ഒരു വലിയ വിശ്വാസവുമാണ്. അതുകൊണ്ടായിരിക്കാം 1000 നാമങ്ങളുള്ള ലളിതാ സഹസ്രനാമത്തിൽ ഒന്നാമത്തെ നാമമായി പശ്യനാദി വാഗ്ദേവതകൾ ശ്രീമാത എന്ന് ചൊല്ലിയത്. മാതൃസ്വരൂപിണിയാണ് ഇവിടുത്തെ